കേരള പ്രൈം ടിവിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഒരു പുതുമയുള്ള എന്നാൽ പഴയ കാലത്ത് ഏറെ നടന്നിട്ടുള്ള ഒരു മത്സര സ്ഥലത്തേക്ക്, മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആചാരപരമായി നടത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇത് കുണ്ടറ പിള്ള വീട്ടിൽ ഏലായിൽ നടക്കുന്ന മരമടിയാണ്. മരമടിയെക്കുറിച്ച് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കറിയാം. കർഷകർ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നെൽകർഷകരും വയലേലകളിൽ പണിയെടുക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് മരവടി മഹോത്സവം. ഈ മരവടി ഇപ്പം നടക്കുന്നത് പിള്ള വീട്ടിലേലായിലാണ്, കുണ്ടറ പിള്ള വീട്ടിലേലായിലാണ്. അത് മത്സരമല്ല, മത്സരം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഉരുക്കളെ കൊണ്ട് ഓടിക്കരുത് എന്നുള്ള നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊരു ആചാരപരമായി ഇപ്പോഴും നടന്നു പോരുന്ന പിള്ള വീട്ടിലേലായിലാണ് ഇന്ന് ഈ മരവടി നടക്കാൻ പോകുന്നത്. ഇന്ന് ഈ മരവടിയുടെ കൂടുതൽ വിശേഷങ്ങളും മരവടി എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് കാണാം. ഒപ്പം തന്നെ മരവടി നടത്തുന്ന സുദർശൻ ചേട്ടനോട് നമുക്ക് സംസാരിക്കാം. ഈ ഉരുക്കളെ കൊണ്ടുവന്ന കുറേയേറെ ആളുകളുണ്ട്, അവരുമായിട്ടെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കുണ്ടറ പിള്ള വീട്ടിലേലായിൽ നടക്കുന്ന മരമടിയാണിത്. ഒരു കാലത്ത് മരമടി മത്സരത്തിന്റെ ആവേശം തുളുമ്പി നിന്ന പ്രദേശം. ഇവിടുത്തെ മരമടിക്ക് 500ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പൂട്ടിയ നെൽവയലുകൾ നിരപ്പാക്കുന്നതിനാണ് ആദ്യകാലത്തൊക്കെ മരമടി നടത്തിയിരുന്നതെങ്കിലും പിന്നീടത് മത്സരമായി മാറി. ഇത് നിർത്തലാക്കിയതോടെയാണ് കർഷകർ നെൽകൃഷിയിൽ നിന്ന് അകന്നതെന്ന് കർഷകനായ പിള്ള വീട്ടിൽ സുദർശനം പിള്ളച്ചേട്ടന്റെ അഭിപ്രായം. നമുക്ക് കൃഷി മുമ്പോട്ട് പോകണമെങ്കിൽ മരമടി പുനഃസ്ഥാപിക്കണം. അത് കേരള നിയമസഭയിൽ നിയമം ജല്ലിക്കെട്ട് പോലെ കേരള നിയമസഭയിൽ പാസ്സാക്കണം. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നതിന് കാളയെ കൊണ്ട് അടിച്ച് നിരപ്പാക്കിയെങ്കിലേ പറ്റും. ഇപ്പോൾ തന്നെ ഈ കാളകളെ കൊണ്ടുവന്ന് അവരുടെ കാല് പിടിച്ച് അവർ നിന്ന് അടിച്ച് നിരപ്പാക്കണം, എനിക്ക് നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അടിച്ച് നിരപ്പാക്കണം, മെഷീൻ അടിച്ച് നിരപ്പാക്കിയാൽ കണ്ടം നിരപ്പാവില്ല. അപ്പം കാള തന്നെ വേണം. അപ്പോൾ കാളയെ നിർത്തണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് നിർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മത്സരമടിക്ക് കമ്പമുള്ളവർ കാളയെ നിർത്തുമ്പം അവരുടെ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് കേരള നിയമസഭയിൽ അടിയന്തരമായി ഈ മരമടി പാസ്സാക്കി, ഓർഡിനൻസ് കൂടി പാസ്സാക്കി ഞങ്ങൾക്ക് ഇത് പുനഃസ്ഥാപിക്കണം. ഞാൻ എല്ലാ വർഷവും ഇവിടെ ആചാരമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു ആചാരമായിരുന്നത് ഇത് ജല്ലിക്കെട്ട് നിരോധിച്ചപ്പോൾ നിർത്തിയപ്പോഴെങ്കിലും നമ്മളിങ്ങനെ 2-3 ജോഡി കാളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കണ്ട അടിച്ച് നിരപ്പാക്കിയിട്ട് ഓടിക്കാറുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ കൃഷി പുനഃസ്ഥാപിക്കാൻ വേണ്ടി പുനഃസ്ഥാപിക്കാനും നടന്നുകൊണ്ടിരിക്കുന്ന കൃഷി നിൽക്കാതിരിക്കാനും ഈ രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് പറയും. ഈ മരവടി നിന്നതിന് ശേഷം അതായത് ഈ കൃഷിയിൽ എന്തൊക്കെ ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴമൊഴിയുണ്ട്, കാളെ പൂട്ടിയാൽ പൊന്നു വിളയും, നെല്ല് വിളയും, പോത്തിനെ പൂട്ടിയാൽ പൊന്നു വിളയും എന്നൊക്കെ പറയുന്ന പോലെ ഈ കാളയെ പൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം, ആ കാള രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടെത്തി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂത്രവും ചാണകവും ഇതെല്ലാം വയലിൽ വീഴും. അപ്പം നല്ല നെല്ല് ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് മെഷീന് വെട്ടിയാൽ മെഷീനകത്തൊന്നുമില്ല, ഡീസലിൻ്റെ അംശം വീഴത്തേ ഉള്ളൂ. അപ്പം മരമടിയും ഇങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഈ നെല്ല് ഭംഗിയായിട്ട് പിടിക്കൂ. ഇപ്പം നെല്ല് മോശമായിട്ട് പിടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതില്ല, കാളയെ പൂട്ടുന്നില്ല. കാളയെ ഇതിനകത്ത് അടിച്ച് നിരപ്പാക്കാനും വളരെ അപൂർവമായിട്ട് കിട്ടുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു കാള പുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടുന്ന് അവർ കൊണ്ടുവന്ന വണ്ടിക്കൂലി ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. അതേസമയം മറ്റേതല്ല, ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് അവരിത് ചെയ്യും. അപ്പം നമുക്കത് നമ്മളെ വയലിൽ നല്ലതാണ്. കൃഷി അന്യമായി നിന്നു പോവുകയാണ്. ആ നിന്ന് പോകാതെ ഇരിക്കണമെങ്കിൽ, ലാഭകരമാവണമെങ്കിൽ വിളവ് കൂടണമെങ്കിൽ ഇതുപോലുള്ള കാർഷിക ഉത്സവങ്ങൾ ഉണ്ടാവണം. ഉത്സവം ഉണ്ടായാൽ മാത്രമേ കാളകളെ ആളുകൾ നിർത്തൂ. മരമടി നിരോധിച്ചിട്ട് 10 വർഷത്തിലേറെയാകുമെങ്കിലും ഇന്ന് 4 ജോഡി കാളകളാണ് ആചാര മരമടിയിൽ പങ്കെടുത്തത്. കല്ലുവാതുക്കൽ അരുൺ, നടക്കൽ വേണു, കുളക്കട രവീന്ദ്രൻ, കുണ്ടറ ഉണ്ണി എന്നിവരുടെ കാളകളാണ് ഇവ. മരമടി മത്സരം പുനരാരംഭിക്കുന്നതിന് സർക്കാർ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് അവരെ വളർത്തുന്നത്. ഈ മക്കളോടുള്ള വാത്സല്യം ഈ ഉരുക്കളോടുണ്ട് ഞങ്ങൾക്ക്.
അതാണ് ഇത്രയും കഷ്ടം നഷ്ടം സഹിച്ചായാലും നമ്മൾ ഇതിനെ തീറ്റിപ്പൂട്ടി വളർത്തിക്കൊണ്ടുപോകും. ആ ഒരു ഇത് മുൻകാല പൂർവീകർക്കുള്ള അന്ന് പോലെ നമ്മളത് കണ്ടു വളർന്നത് കൊണ്ട് പാരമ്പര്യമായിട്ടും നിലനിർത്തി കൊണ്ടുപോകാനുമൊക്കെയാണ്. കൃഷി നടക്കണമെങ്കിൽ ഇത് വേണം. ഈ ഏല എന്ന് പറഞ്ഞാൽ ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുള്ള മരവടി കണ്ടമായത് കുണ്ട്ര പുള്ളോട്ടി ഏല. ഒരു 100 വർഷത്തിന് മുമ്പേ തുടങ്ങിയ ഒരു മത്സരമാണ്. കുടുംബത്തിന്റെ ഈ ഒരു ക്ഷേത്രത്തിന്റെ എല്ലാത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരമൊക്കെ നിൽക്കുന്ന ഒരു ആചാരമാണ് മരവടി എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്തെ കൃഷി കഴിഞ്ഞ വയലുകളിലൊക്കെ കർഷകരുടെ ഒരു ഉത്സവമായിരുന്നു മരവടി. ഇതിലിപ്പം നിൽക്കുന്ന തലമുതിർന്ന ഒരു രണ്ട് മൂന്ന് പേരൊഴിച്ചാൽ ബാക്കി എല്ലാം ചെറുപ്പക്കാരാ. ഇവർക്കിത് നിങ്ങൾ പകർന്നു കൊടുത്തതാണത്? അതെ, തീർച്ചയായിട്ടും ഇവരൊക്കെ തന്നെ വളർന്നതാണ് നമുക്ക് ഇതൊക്കെ. ഇവരെയും കൂടെ രംഗത്തിറക്കി പൂർവ്വര് നമ്മളെ കൊണ്ടുപോയ ആ പാതയിൽ നമ്മളും പോകുന്നു. ആഗ്രഹം ഇനിയിപ്പം പിൻതലമുറക്കാരെ കൂടെ ഇത് ഉൾപ്പെടുത്തി ആഗ്രഹത്തിൽ വരുക. ഞങ്ങൾ പാരമ്പര്യമായ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. പണ്ട് കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ ഞങ്ങളുടെ ഒരു മുഖ്യ ഉപജീവന മാർഗമായിരുന്നു. ഇപ്പോഴും ആ പാത പിൻപറ്റി മുന്നോട്ട് പോകുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ, വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഇപ്പം മാഷി ചോദിച്ചു ചെറുപ്പക്കാരൊക്കെ വന്നല്ലോ എന്ന്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന പിള്ളേരാണ്. അവർക്ക് ഇതിനകത്ത് വാസനയുണ്ടായി, അവരിതിനകത്ത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം, ഇത് സ്പോർട്സാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അവർ വരികയാണ്. ഇന്നിപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലും പാലക്കാടും ചെന്നാൽ, കോഴിക്കോട് ജില്ലയിൽ ചെന്നാൽ ഇവരെ പ്രായമുള്ള പിള്ളേരാണ് ഈ 150 ജോഡി ഉരുക്കളാണ് അവിടെ ഒരു പൂട്ടിന് പങ്കെടുക്കുന്നത്. കേൾക്കാമല്ലോ, 150 പരം ഉരുക്കളാണ് ഒരു മത്സരത്തിൽ അവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ തലമുറ കൂടെ നമ്മൾ ഈ പാതയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നമുക്കൊരു ചെറിയ വിഷയം, ഗവൺമെൻറ് തലത്തിലല്ല, ഈ കോടതിയുടെ ഒരു ചെറിയ വിഷയം കിടക്കുന്ന ഇത് ഒറ്റ കോടതിയുടെ വിഷയം മാറണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ഗവൺമെൻറ് വന്നാലും ഇതിന് മറ്റേ തമിഴ്നാട്, കർണാടക, ഹരിയാന ഇങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കോടതിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കാലാകാലങ്ങളായിട്ട് 10-12 വർഷമായിട്ട് ഇവിടുത്തെ കർഷകർ ഇതിനെ ഉള്ള ആഗ്രഹക്കാരും ഈ കാള ഉടമസ്ഥരും ഒക്കെ ചേർന്ന് പല പ്രാവശ്യവും ഗവൺമെൻറ് നിവേദനം കൊടുക്കുകയും അപ്പോൾ ആ നിവേദനം എടുക്കുകയും ഇപ്പം തന്നെ കൊടുത്തു. കേലാൽ MLA മുഖാന്തരം ബാക്കി എല്ലാവരും ഇതിനകത്ത് സുബാൽ, PC വിഷ്ണുനാഥ് എല്ലാവരും ചേർന്ന് കൊടുത്തപ്പോൾ കൃഷി വകുപ്പിലെ CR അനിൽ അതങ്ങ് മാറ്റിവെച്ചു ഫയൽ. ഇനിയിപ്പോൾ 4-ാം തീയതി തുടങ്ങുവാണ്. ഞങ്ങൾ ബന്ധപ്പെട്ടപ്പം അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. കാക്കൂർ കാർഷിക മേള, അതേപോലെ ഇവിടെ കുണ്ട്ര, നെല്ലിക്കുന്നം, വേക്കൽ ഇങ്ങനെ തുടങ്ങി പരമ്പരാഗതമായ വലിയ മരമടിയായിരുന്നു ഇവിടെ. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ മരമടി നടത്തുന്ന ഒരു കണ്ടമാണ് പുള്ളവീട്ടിൽ. ഇവിടുത്തെ ഈ നില അങ്ങനെ കുണ്ടറ പിള്ളവീട്ടിൽ ആചാരപൂർവ്വം നടത്തിയ മരമടി അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം ഇത് കാണുന്ന പുതുതലമുറയ്ക്കൊക്കെ അത്ഭുതമായിരിക്കും ഇതെന്ത് മത്സരമാണെന്നൊക്കെ. ഇത് നേരിട്ട് കാണേണ്ട ഒരു മത്സരം. അത് നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വരും വർഷങ്ങളിൽ ഇത് മത്സരം ഇനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് കർഷകരും അതോടൊപ്പം തന്നെ ഈ ഉരുക്കളെ കൊണ്ടുവരുന്നവരും എല്ലാം. ഉരുക്കളെയൊക്കെ ഈ മരവടിക്കൊക്കെ ആ രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഠിന പ്രയത്നം തന്നെയാണ്. ഉരുക്കളുടെ വിലയൊക്കെ നിങ്ങൾ കേട്ട് കാണും ആ ഉരുക്കളുടെ ഉടമസ്ഥരൊക്കെ പറയുന്നത്. ഇപ്പോൾ മരവടി നിർത്തിയിട്ട് അതിനൊരു 10 വർഷത്തോളം ആകുന്നു. എങ്കിലും ഇപ്പോഴും അവരുടെ ആ എന്താ പറയുക, അവരുടെ ആ കുടുംബപ്പേര് നിലനിർത്തുന്നതിന് വേണ്ടി കൊണ്ടു നടക്കുന്നു. പക്ഷേ അവർ തന്നെയാണ് ഇതിനുള്ള ശ്രമം, അതായത് ഇത് മത്സര ഇനമാക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മന്ത്രിതലത്തിലൊക്കെ അവർ ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ മരമടി തിരികെ കൊണ്ടുവരാൻ പറ്റൂ. അത് ഓർഡിനൻസ് മൂലം കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വരും വർഷങ്ങളിൽ മരമടി ഒരു മത്സരമായി പിള്ളവീട്ട് ഏലായിൽ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും.